ഇന്ന് കടയിൽ പോയപ്പോൾ കുറച്ച് തോടൻ കപ്പലണ്ടി വാങ്ങി. തോടൻ കപ്പലണ്ടി അത് വറുത്ത് തിന്നാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. കുറേ 1 കിലോ വാങ്ങി. വറുത്ത് തിന്നുന്നതിന് നമ്മൾ ഉപ്പ് മുമ്പൊക്കെ മണലിട്ട് മാത്രമേ വറുക്കുള്ളായിരുന്നു. ഇപ്പോൾ ഉപ്പിട്ടാൽ മതി. ഉപ്പിട്ടിട്ട് കപ്പലണ്ടി ഇട്ട് കൊടുക്കുമ്പം നല്ലവണ്ണം വറുത്ത് വരും. ഉപ്പിട്ട് ഒന്ന് ഇളക്കുക. അതിന് ശേഷം കപ്പലണ്ടി തട്ടിയിട്ട് കൊടുക്കുക. കുറച്ച് വറുത്തെടുക്കുക. ഇത്രയും കപ്പലണ്ടിയാണ് ഇട്ടത്. ബാക്കി അങ്ങനെ ഇരിക്കട്ടെ, അടുത്ത ദിവസം വറുക്കും. അപ്പോൾ ഈ കപ്പലണ്ടി ഉപ്പ് മുരിഞ്ഞ പോലെ വാങ്ങി. അതിന് ശേഷം കപ്പലണ്ടി ഇട്ട് വറുക്കുക. തോടൻ കപ്പലണ്ടി വളരെയധികം രുചികരമായിട്ടുള്ളതാണ്. തോടൻ കപ്പലണ്ടി മറ്റേ കപ്പലണ്ടി എവിടെയെങ്കിലുമൊക്കെ തുറന്നൊക്കെ വെച്ചിരുന്നിട്ടൊക്കെ നമുക്ക് കിട്ടണതല്ലേ. ഇതാകുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് വറുത്തെടുത്ത് തൊലിച്ച് തിന്നുന്നത് കൊണ്ട് വളരെയധികം ഗുണമായിട്ടുള്ളതാണ്. അതുമല്ല, തോടിലുള്ള കപ്പലണ്ടിയിലുള്ള തൊലിയുമൊക്കെ നമുക്ക് കിട്ടും. അല്പം ഒരു 10 മിനിറ്റ് ഇട്ട് വറുക്കുമ്പോൾ കപ്പലണ്ടി ശരിയായി വരും. വളരെയധികം രുചിയാണ് ഇത് തിന്നാനായിട്ട്. എന്നിട്ട് വറുക്കുക. 5 മിനിറ്റ് ഉപ്പിലിട്ട് മണലിട്ടും വറുക്കാം. പക്ഷേ മണലിൽ നമ്മൾ അവിടെ എവിടെയും പോയി അഴുക്ക മണലൊക്കെ എടുക്കുന്നതിൻ്റെ നമുക്കൊരു പിടി ഉപ്പ് വാരിയിട്ട് അതിലിട്ട് വറുത്തെടുക്കുക. അതാണ് നല്ലത്. ഒരുവിധം മൂത്തിട്ട് എടുക്കാവും. നോക്കട്ടെ, നോക്കുമ്പോൾ പൊട്ടും. കരിയാതെ നോക്കണം. നമുക്ക് ഇങ്ങനെ കൂടെ നമ്മൾ ഒന്നെടുത്ത് നോക്കണം. കൂടെ ഒരെണ്ണം നോക്കണം, പൊട്ടിയോ വെന്തോ എന്നുള്ളത് നോക്കുക. വെന്തിട്ടില്ല, അപ്പോൾ കുറച്ച് നേരം കൂടെ ഇളക്കുക. തോടൻ കപ്പലണ്ടി 100 രൂപയ്ക്കകത്തേ ഉള്ളൂ 1 കിലോ കപ്പലണ്ടിക്ക്. അത് വാങ്ങിക്കൊണ്ട് വന്ന് വൈകുന്നേരം ചായ ഇടുമ്പോൾ ഇതുപോലെ കുറേശ്ശെ എടുത്ത് വറുത്ത്. കുട്ടിയൊക്കെ ഇത് നല്ലതാണ്. മറ്റൊന്നും നമ്മൾ കാണുന്നില്ലല്ലോ, ഒരു തൊലിക്കുന്നത് എവിടെ ഇട്ടാണ് എന്താണ് എന്നൊന്നും നമ്മൾ കാണുന്നില്ലല്ലോ. അതാകുമ്പോൾ നമുക്ക് സുരക്ഷിതമായിട്ട് തൊലിച്ച് തിന്നാം. അല്പം കൂടി കഴിയുമ്പോൾ കപ്പലണ്ടി മൂക്കും. അപ്പം ചായ ഉണ്ടാക്കി കപ്പലണ്ടിയും കൂടി കഴിക്കുക. ഏകദേശം ആയി. ഒന്നുകൂടി നമുക്കെടുത്ത് നോക്കാം, മൂത്തായെന്ന് നോക്കാം. ഞാൻ എടുത്ത് നോക്കണം, കൂടെ ഓരോന്നെടുത്ത് നോക്കണം. അപ്പോഴ് മൂത്തെങ്കിൽ നമുക്കറിയാൻ പറ്റുമല്ലോ. അല്ലെങ്കിൽ ഒരു പൊട്ടൽ വരും, ചെറുതായിട്ട് തോട് കരിയും. ഏകദേശമായി. മൂത്ത് നല്ല ടേസ്റ്റുണ്ട്. തിന്നുകൊണ്ട് നിൽക്കുകയാണ്. ഒരെണ്ണം എടുത്ത് നോക്കിയാൽ തിന്നുകൊണ്ട് നിൽക്കുകയാണ്. പൊട്ടിത്തുടങ്ങി. ചെറുതായിട്ട് പൊട്ട് കേൾക്കും. പൊട്ടിത്തുടങ്ങി. മൂത്ത് കഴിഞ്ഞു. കപ്പലണ്ടി മൂത്ത് ഇതൊരു മറ്റൊരു പാത്രത്തിലോട്ട് തട്ടിയിട്ടിട്ട്
തൊലിച്ച് തിന്നുക, ചായയോടൊപ്പം തൊലിച്ച് കഴിക്കുക.